ഹലോ, നിങ്ങൾ ITI പാസ്സായ ഒരു വ്യക്തിയാണോ? എന്നാൽ ഇത് നിങ്ങൾക്കൊരു സുവർണ അവസരം. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് വിളിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട എക്സാംസ്. സോ ഇതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് വർക്ക്മെൻ പോസ്റ്റാണ്. ഇത് കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും നമുക്ക് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് ഷീറ്റ് മെറ്റൽ വർക്കറായിട്ടാണ്. അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ SSLC നമ്മൾ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ വർക്കർ അല്ലെങ്കിൽ ഫിറ്ററിൽ ITI NTC ട്രേഡ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സോ സെക്കൻഡ് പോസ്റ്റ് നോക്കാം. അത് വെൽഡർ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതും SSLC പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ITIയുടെ വെൽഡർ അല്ലെങ്കിൽ ഗ്യാസ് വെൽഡറിലെ NTC സർട്ടിഫിക്കറ്റ് വേണം. അതിനും 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. സോ അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിറ്ററാണ്. ഫിറ്ററും SSLC പാസ്സാവണം. അതേപോലെ ഫിറ്റർ ട്രേഡിൽ ITI NTC ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം. അതിന് എക്സ്പീരിയൻസ് 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. സോ അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ മെക്കാനിക് ഡീസൽ നോക്കുകയാണെങ്കിലും SSLC നമ്മൾ പാസ്സാവണം. അതുപോലെ തന്നെ അതിന് മെക്കാനിക് ഡീസലിൽ NTC ട്രേഡ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അതിനും 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. സോ നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ആണ്. അതും SSLC പാസ്സാവണം. അതുപോലെ മെക്കാനിക് മോട്ടോർ വെഹിക്കിളിൽ NTC സർട്ടിഫിക്കറ്റ് വേണം. അതിന് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അടുത്ത പോസ്റ്റ് പ്ലംബർ ആണ്. അതും SSLC പാസ്സാവണം. അതുപോലെ പ്ലംബറിൽ INTC ട്രേഡ് സർട്ടിഫിക്കറ്റും 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും വേണ്ടതാണ്. സോ അടുത്ത പെയിൻറ്റർ ആണ്. പെയിൻറ്ററിനും SSLC പാസ്സാവണം. അതുപോലെ തന്നെ പെയിൻറ്ററിലെ NTC ട്രേഡ് സർട്ടിഫിക്കറ്റും 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും വേണം. അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ്. ഇലക്ട്രീഷ്യനും SSLC പാസ്സാവണം. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യനിൽ NTC ട്രേഡ് സർട്ടിഫിക്കറ്റും 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും വേണം. സോ അടുത്തത് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെക്കാനിക് ആണ്. അതിനും SSLC പാസ്സാവണം. അതുപോലെ ITIയുടെ NTC സർട്ടിഫിക്കറ്റ് വേണം ഇലക്ട്രോണിക് മെക്കാനിക്കിൽ. അതിന് 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. സോ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ആണ്. അതും SSLC പാസ്സാവണം. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കിൽ NTC സർട്ടിഫിക്കറ്റും വേണം. അതിനും 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അടുത്ത ഷിപ്വ്രൈറ്റ്വുഡ് ആണ്. അതിനും SSLC പാസ്സാവണം. അതുപോലെ ഷിപ്വ്രൈറ്റ്വുഡ് അല്ലെങ്കിൽ കാർപ്പൻറ്ററിൽ NTCയുടെ സർട്ടിഫിക്കറ്റും 3 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ആണ് വേണ്ടത്. സോ ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് അയക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 28 ആണ്. എല്ലാവരും മറക്കാതെ അപ്ലൈ ചെയ്യുക. സോ ഇതിൻ്റെ വേക്കൻസീസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ്ട് ആദ്യത്തെ ഷീറ്റ് മെറ്റൽ വർക്കറിനാണെങ്കിൽ ടോട്ടൽ 21 വേക്കൻസീസ് ആണുള്ളത്. വെൽഡറിന് 34 വേക്കൻസി, ഫിറ്ററിന് 88, സോ മെക്കാനിക് ഡീസൽ 19, മെക്കാനിക് മോട്ടോർ വെഹിക്കിളിന് 5, പ്ലംബറിന് 21, പെയിൻറ്ററിന് 12, ഇലക്ട്രീഷ്യന് 42, ഇലക്ട്രോണിക് മെക്കാനിക്കിന് 19, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കിന് 34, ഷിപ്വ്രൈറ്റ്വുഡിന് 5. അങ്ങനെ ടോട്ടൽ 300 വേക്കൻസീസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഏജ് റിലാക്സേഷൻ ഒക്കെ ആപ്ലിക്കബിൾ ആണ്. സോ നമുക്ക് അത് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ പീരീഡ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആയിട്ടാണ് പറയുന്നത്. റിമ്യൂണറേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 23,300ഉം അതേപോലെ സെക്കൻഡ് ഇയറിൽ 24,000ഉം തേർഡ് ഇയറിൽ 24,800ഉം ആയിട്ടാണ് കിട്ടുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ട്. ഏജ് ലിമിറ്റ് 30 ഇയേഴ്സിൽ കൂടാൻ പാടില്ല. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പും പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽ ഈ PDF-ലുണ്ട്. ഞാനിത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതേപോലെ റിസർവേഷൻസ് ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. അതിന് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. സർട്ടിഫിക്കറ്റ്സ് നമ്മൾ എലിജിബിൾ ആണെന്ന് തെളിയിക്കേണ്ടത്.
സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ എക്സ്പീരിയൻസും മിനിമം 3 ഇയേഴ്സ് ആണ് ഉള്ളത്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 600 ആണ്. അതുപോലെ തന്നെ എക്സെംഷനും ഉണ്ട്. സോ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അതിന് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഈ ലിങ്കിൽ വെബ്സൈറ്റിൽ കയറി കരിയർ പേജിൽ പോവുകയാണ് വേണ്ടത്. സോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. സോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അവിടെ പോയി അപ്ലൈ ചെയ്യുക. സോ താങ്ക് യു. ബൈ ബൈ.